എത്രത്തോളം ആധിപത്യം എന്നുള്ളത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തൂത്തുവാരിയിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് പറയാൻ നമുക്ക് കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിലെ കണക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഗ്രാമപഞ്ചായത്തിൽ ആകെയുള്ളത് 2001 വാർഡുകളാണ്. 2001 വാർഡുകൾ ആകെയുള്ളിടത്ത് 877 UDF അവിടെ മുന്നേറിയിരിക്കുന്നു. 877 2001 വാർഡുകളിൽ 877 UDF ആണ്. LDF-ന് 245 അവിടെയുള്ളൂ. മറ്റുള്ളവർക്ക് 242. അത് സ്വതന്ത്രരാണ്. അവർ ഒരുപക്ഷെ LDF സ്വതന്ത്രരാവാം, UDF-ന്റെ സ്വതന്ത്രരാവാം. അത് അനുസരിച്ച് അത് മാറുകയും ചെയ്യും. ഏതായാലും ഇനിയിപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നാൽ അവിടെ UDF-ന്റെ ഒരു സർവാധിപത്യം എന്ന് തന്നെ മലപ്പുറം ജില്ലയിൽ പറയാൻ കഴിയും. കാരണം 250 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിൽ 187 വാർഡുകളിൽ UDF ആണ് അവിടെ മുന്നേറിയിരിക്കുന്നത്. LDF-ന് ഈ 250-ൽ 21 മാത്രമാണ് LDF-ന് മുന്നേറ്റമുള്ളത്. മറ്റുള്ളവർ 6 NDA-ക്ക് അവിടെ അക്കൗണ്ട് ഒന്നും തന്നെ ഇല്ല. അതേസമയം പഞ്ചായത്തിൽ അവർക്കൊരു 20 വാർഡുകളിൽ അവർ മുന്നേറിയിട്ടുണ്ട് എന്നുള്ളത് ഉണ്ട്. ഇനിയിപ്പോൾ മുനിസിപ്പാലിറ്റികളിലേക്ക് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ 33 ഡിവിഷനുകളാണ് അവിടെ ജില്ലാ പഞ്ചായത്തിലുള്ളത്. പക്ഷേ അവിടെ 33-ൽ 31 സീറ്റും UDF-നാണ്. ഒരു സീറ്റ് മാത്രമാണ് അവിടെ LDF-ന് ഉള്ളത്. മലപ്പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇനി മുനിസിപ്പാലിറ്റിയിലേക്ക് വന്നാൽ 309 വാർഡുകൾ, 505 മൊത്തം വാർഡുകളാണ് മുനിസിപ്പാലിറ്റികളിൽ അവിടെ ഉള്ളത്. മുനിസിപ്പാലിറ്റികളിൽ ഉള്ളത് 505 വാർഡുകൾ ആണ് മലപ്പുറം ജില്ലയിൽ ആകെയുള്ളത്. അതിൽ 309 വാർഡുകളിലും UDF ആണ് വിജയിച്ചിരിക്കുന്നത്. ഇനി LDF-ലേക്ക് വരുമ്പോൾ LDF-ന് 80 മാത്രമാണ് അവിടെ ഉള്ളത്. ഈ 505-ൽ 80 വാർഡുകളിൽ മാത്രമാണ് LDF-ന് മുന്നേറ്റമുള്ളത്. ഇനി മറ്റുള്ളവർ അത് 67. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ LDF-ന്റെ സ്വതന്ത്രരാവാം, UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാകാം, അല്ലാത്ത സ്വതന്ത്ര സ്ഥാനാർത്ഥികളാകാം, വിമതരാകാം. അങ്ങനെ അതിൽ മാറ്റമുണ്ടാകും. മുനിസിപ്പാലിറ്റികളിൽ 18 വാർഡുകളിൽ NDA മുന്നേറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മലപ്പുറത്തിന്റെ ഒരു പൊതുചിത്രം എന്ന് പറയുന്നത്. വേണം ഇനി പാലക്കാടേക്ക് പോയാലും പാലക്കാട് LDF-ന്റെ ഒരു വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പാലക്കാട് പക്ഷേ മുനിസിപ്പാലിറ്റികളിൽ മാത്രമാണ് UDF-ന് മുന്നേറ്റമുള്ളത്. ഗ്രാമപഞ്ചായത്തുകളിൽ LDF ആണ് മുന്നിലുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDF ആണ് മുന്നിലുള്ളത്. ജില്ലാ പഞ്ചായത്തിൽ LDF ആണ് മുന്നിലുള്ളത്. മുനിസിപ്പാലിറ്റികളിൽ മാത്രമാണ് UDF-ന് ഒരു മേൽക്കൈ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് പാലക്കാടത്തെ ഒരു റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഴിക്കോട് നോക്കുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 418 ഇടങ്ങളിലാണ് അവിടെ UDF-ന് വലിയ മുന്നേറ്റം നേടിയെടുക്കാൻ കഴിഞ്ഞത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 74 അവർക്ക് മേൽക്കൈ നേടാൻ കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്തുകളിൽ 14 അവർക്ക് മേൽക്കൈ നേടാൻ കഴിഞ്ഞത്. അതേസമയം മുനിസിപ്പാലിറ്റികളിൽ 101 മുനിസിപ്പാലിറ്റികളിൽ നേട്ടം ഉണ്ടായി. കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ 22 അവർ മുന്നിട്ട് നിൽക്കുന്നത്. അതേസമയം LDF-നെ സംബന്ധിച്ച് അവർക്ക് വലിയ ആധിപത്യം ഗ്രാമപഞ്ചായത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞതാണ് നമ്മൾ കോഴിക്കോടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കാണേണ്ടത്. 434 സീറ്റുകളിലാണ് അവിടെ LDF-ന്റെ ഒരു ആധിപത്യമുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ 68 LDF മുന്നിട്ട് നിൽക്കുന്നു. ജില്ലാ പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ 13 മുനിസിപ്പാലിറ്റികളിൽ 83 മുന്നിട്ട് നിൽക്കുന്നു. 27 കോർപ്പറേഷനിൽ മുന്നിട്ട് നിൽക്കുന്നത്. അവർക്ക് ആകെയുള്ള ഒരു കോർപ്പറേഷൻ, ഏക കോർപ്പറേഷനാണ് വലിയ ആധിപത്യമുള്ളത്. ഇനി നോക്കുകയാണെങ്കിൽ മറ്റുള്ള ഈ NDA നോക്കുകയാണെങ്കിൽ 41 ഗ്രാമപഞ്ചായത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. മുനിസിപ്പാലിറ്റിയിൽ 8 കോർപ്പറേഷനിൽ 12 ഇനി അതേഴ്സ് മറ്റുള്ളവർ, അതായത് ഈ ആന്റണി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ LDF, UDF സ്വതന്ത്രം ഉൾപ്പെടെയുള്ള ആളുകൾ ജയിച്ച വാർഡുകൾ അല്ലെങ്കിൽ സീറ്റുകൾ നോക്കുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 96 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 7 ജില്ലാ പഞ്ചായത്തുകളിൽ 1 മുനിസിപ്പാലിറ്റികളിൽ 21 കോർപ്പറേഷനിൽ 3 വിജയിച്ചിട്ടുള്ളത്. ഇനി വയനാട് വളരെ നിർണായകമായ ഒരു ജില്ല തന്നെയാണ്. നമുക്കറിയാം വയനാട് UDF-ന് വലിയ ആധിപത്യമുള്ള ഒരു ജില്ലയാണെന്ന് നമുക്ക് വിലയിരുത്തപ്പെടാം. പക്ഷേ തദ്ദേശത്തിൽ ചില ഘട്ടങ്ങളിലെല്ലാം തന്നെ LDF-ന് വലിയ പിന്തുണ നൽകുന്ന ഒരു ജില്ലയായിരുന്നു. എന്തായാലും ഇക്കുറി നോക്കുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 241 UDF-ന്റെ മുന്നേറ്റം. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 44 ജില്ലാ പഞ്ചായത്തുകളിൽ 14 മുനിസിപ്പാലിറ്റികളിൽ 47 മുന്നിട്ട് നിൽക്കുന്നു. LDF നോക്കുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 155 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 13 ജില്ലാ പഞ്ചായത്തുകളിൽ 3
മുനിസിപ്പാലിറ്റികളിൽ 38 മുന്നേറ്റം. NDA നോക്കുകയാണെങ്കിൽ 21 2 മുനിസിപ്പാലിറ്റിയിൽ മുന്നിട്ട് നിൽക്കുന്നു. മറ്റുള്ളവർ നോക്കുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 29, ബ്ലോക്ക് പഞ്ചായത്തിൽ 2 സീറ്റ്, മുനിസിപ്പാലിറ്റികളിൽ 8 മുന്നിട്ട് നിൽക്കുന്നു. ആ രീതിയിലാണ് വയനാട്ടിലെ കണക്കുകൾ നോക്കിയാൽ വരുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂരാണ്. എല്ലാ കാലവും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന കണ്ണൂർ ജില്ല നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പൊതു ചിത്രം നോക്കുകയാണെങ്കിൽ LDF ഗ്രാമപഞ്ചായത്തുകളിൽ 650 സീറ്റുകളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൽ 97 സീറ്റുകളിലും അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തുകളിൽ 17 മുനിസിപ്പാലിറ്റികളിൽ 155 മുന്നിട്ട് നിൽക്കുന്നു. കോർപ്പറേഷനിൽ 14 അവർ മുന്നിട്ട് നിൽക്കുന്നത്. UDF നോക്കുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 380 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 61 ജില്ലാ പഞ്ചായത്തുകളിൽ 8 മുനിസിപ്പാലിറ്റികളിൽ 92 കോർപ്പറേഷനിൽ 34 മുന്നിട്ട് നിൽക്കുന്നു. NDA ആകട്ടെ ഗ്രാമപഞ്ചായത്തുകളിൽ 26 അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിൽ 17 കോർപ്പറേഷനിൽ 4 മുന്നിട്ട് നിൽക്കുന്നു. മറ്റുള്ളവരാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 33, ബ്ലോക്ക് പഞ്ചായത്ത് 2, ജില്ലാ പഞ്ചായത്തിൽ അവർക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം മുനിസിപ്പാലിറ്റിയിൽ 7 കോർപ്പറേഷനിൽ 1 മുന്നിട്ട് നിൽക്കുന്നു. ആ രീതിയിലാണ് കണ്ണൂരിലെ കണക്കുകൾ വരികയാണെങ്കിൽ. അവസാനമായി കാസർഗോഡ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, കാസർഗോഡ് നോക്കുകയാണെങ്കിൽ UDF 231 ഗ്രാമപഞ്ചായത്തുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ 39 സീറ്റുകളിൽ അല്ലെങ്കിൽ 39 ഇടങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു. ജില്ലാ പഞ്ചായത്തുകളിൽ 9 ഇടങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു. മുനിസിപ്പാലിറ്റികളിൽ 46 മുന്നിട്ട് നിൽക്കുന്നത്. LDF ആവട്ടെ 220 സീറ്റുകളിൽ അല്ലെങ്കിൽ 220 പഞ്ചായത്തുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് 39, ജില്ലാ പഞ്ചായത്ത് 8, മുനിസിപ്പാലിറ്റി 31, NDA ആകട്ടെ 139.